2 ദിവസമായി ആ ഡ്രസ്സ് മുകളിൽ തന്നെ കിടക്കണു. ഞാൻ ഓർത്തില്ല വെച്ചാൽ അത് അവിടെ തന്നെ കിടന്നേനെ. നിങ്ങൾ വന്നുകൊണ്ട് ആക്ച്വലി ഇവിടെ വാഷിംഗിലും തുടങ്ങിയത്, അതുകൊണ്ട് ഇത് പൊക്കത്തിടന്ന് മറന്നു. വെരി നൈസ്. അവി ഏതായി ടീഷർട്ടൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നീ ഇടണത്. ഓ അതൊക്കെ എൻ്റെ തന്നെയാണ്, പക്ഷെ ഞാനിട്ട് കാണാറില്ലെന്ന് മാത്രം. മനസ്സിലായില്ല. എടാ ഞാൻ മേടിക്കുന്ന ടീഷർട്ടൊക്കെ കാണിക്കണേ മടക്കി വെച്ചായിരുന്നല്ലേ, സോറി. ഞാൻ ചെയ്യാം. ചുമ്മാ ഇപ്പൊ മനസ്സിലായോ എന്റെ ടീഷർട്ടൊക്കെ ഞാനിട്ട് കാണാത്ത? അത് ശരി, നീ ഇതും പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തുവാണ് ഇത്? ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഞാനിന്നൊരു നമ്പർ ഓർക്കും, നീ കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണേ. എന്ത് ഇവന്മാർക്കുള്ള പണിയാ? ഇതൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, ബാക്കി കണ്ടോ മടക്കി. ആ ഏട്ടനെ വിളിക്കും ഞാൻ. വിളിക്കണോ? മടക്കട്ടെ. മടക്ക് മടക്ക് കാണട്ടെ. ഇങ്ങനെ മടക്കിട്ട് ഭംഗിയില് മടക്ക്. ഇത് ഭംഗിയൊക്കെ ഉണ്ടടാ, നീ വെക്കടാ. എന്തിനാണോ വന്നിരുന്ന് കഴിക്കടാ. ഒരു മിനിറ്റ്. ഹായ് ഗായ്സ്. ഇവനെന്താ തേരാപ്പാറ നടക്കുന്നത്? ഇവന് പൂർവാധികം വട്ടായ. എടാ സാമേ, എന്താടാ കണ്ണട കാണാനല്ലടാ. നിനക്ക് അല്ലാണ്ട് തന്നെ നല്ല ഊളലൊക്കെ ഉണ്ട്, അതിനിപ്പോ കണ്ണടയുടെ കാര്യമൊന്നുമില്ല. അവന് സ്വന്തമായിട്ട് ആകെയുള്ളത് ആ കണ്ണടയാണ്, അത് പോയി അവൻ ടെൻഷൻ അടിക്കാതിരിക്കും. അത് കറക്റ്റ്, അത് കറക്റ്റ്. ഈ ടീഷർട്ട് ആരുടെ നീട്ടിരിക്കുന്നത്? രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തു വന്നപ്പോ ഞാൻ ഓർത്തു എൻട്രി ഒക്കെ മാസമായിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. ഈ ഫ്രണ്ട്സ് ആകുമ്പോ ഒരു ഡ്രസ്സൊന്നും മാറ്റിയിടുന്നിരുന്ന വലിയ കാര്യമൊന്നുമില്ല, അത് സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലേ സംഭവം? ഫ്രണ്ട്സ് ആകുമ്പോ ഡ്രസ്സൊക്കെ ഷെയർ ചെയ്യാം, പക്ഷെ റെന്റിന്റെ കാര്യം വരുമ്പോ മാത്രം ഈ ഷെയറും ഇല്ല സ്നേഹവും ഇല്ല. ആവി ഈ മാസം തൊട്ട് ഞങ്ങൾ രണ്ടുപേരും റെന്റ് ഷെയർ ചെയ്യും. ഓക്കെ, ഞങ്ങളെങ്കിലും അവിനൊന്ന് സഹായിക്കണല്ലോ. ഇവന്മാരെ കൊണ്ട് എന്തായാലും ഗുണമൊന്നുമില്ല. പിച്ചക്കാരെക്കാളും വലിയ കഷ്ടമാണ് എന്റെ സഹമുറിയന്മാരുടെ അവസ്ഥ. പോരാത്തതിന് അഹങ്കാരം വേറെയും. അവന് ഫീലായോ? ഈ എവിടെ നിന്ന്? അതൊക്കെ ചുമ്മാ അവന്റെ നമ്പറാണ് അല്ലടാ. അല്ല, അവന് ശരിക്കും ഫീൽ ചെയ്തു. എടാ നിന്റെ ഇമ്മാരത്തെ ഡയലോഗ് കേട്ടിട്ടേ അവൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ടാ. എടാ ഓവറാക്കലടാ എഴുതാറാ, ഒരു തമാശ പോലും പറയാൻ പാടില്ലേ? പാടില്ലടാ, ഇതുപോലെ ഊള തമാശ പറയാൻ പാടില്ല. ഓ നിനക്കൊക്കെ അപ്പൊ എന്ത് കൂറ വിറ്റ് വേണമെങ്കിലും അടിക്കാം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നാണ്, മനസ്സിലായ? ഓ എന്ന് ഓക്കെ. എന്നാ പിന്നെ ഇതുവരെ നീ പറഞ്ഞൊന്നും എനിക്ക് ഫീൽ ആയില്ലടാ, പക്ഷേ ഇതെനിക്ക് കൊണ്ടടാ. ഞാൻ എന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. പോട്ടെ ലക്കി മീനാക്ഷി, എന്നെ തടയണ്ട. കഴിച്ചിട്ട് പോടാ. ഞാൻ പോവാം. ഞാൻ പട്ടിണി കിടന്ന് എത്തോട്ടെ. അതെ, ഇതെന്റെ ടീഷർട്ടാണ്, കിട്ടി. ഓക്കെ. എടാ സാമേ, ഇപ്പൊ എന്താ ഈ കോമഡി കാണിക്കുന്നുണ്ട്? ഇപ്പൊ എല്ലാം സീരിയസ് ആയില്ലേ? ഇത്തിരി കൂടിപ്പോയാവി. ഇത് ഞാൻ ചുമ്മാ. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും നല്ല പണിയാണ് നീ അവനിട്ട് കൊടുത്തത്. ഞാൻ ആർക്കിട്ട് പണി കൊടുത്തൊന്നുമല്ല. പിന്നെ നിനക്ക് ശരിക്കും ഫീലായി? ആ അതുകൊണ്ടല്ലേ ഇറങ്ങിയത്. നിനക്ക് ഫീൽ ചെയ്തില്ലേ? എടാ നീ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കും ഫീലായെന്ന് തോന്നിട്ടോ. ഞാൻ പിന്നെ നിനക്ക് ഫീലായാലും ശരിക്കായിരുന്നു. അല്ല, ഇപ്പോൾ എനിക്ക് ഫീൽ ആയ സ്ഥിതിക്ക് നിനക്ക് ഫീലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മേലും കഴിഞ്ഞ് നോക്കാനല്ല, എനിക്കും ഫീലായി. അല്ല അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോയാൽ നമ്മുടെ അഭിമാനം ഏയ് അങ്ങനെ ഒന്നുമില്ല. അവനെങ്ങനെ വാടക കൊടുക്കണം. പക്ഷെ എങ്ങനെ? അത് ഞാനും ആലോചിക്കുന്നു. അല്ല നീ എന്താ പ്ലാൻ? ഇനിയിപ്പോൾ ഞാനും കൊടുക്കേണ്ട പൈസ അല്ല, ഞാൻ ഒറ്റപ്പെടലുള്ള കോപ്പേ. ഓക്കെ. ആ ആടാ, ഞാൻ എന്നാ വൈകിട്ട് വിളിക്കാടാ. ഇതൊക്കെ എന്താണ്? എന്റെ ഫീറോ, ഇത് ഇന്നെങ്ങനെ ശരിയാവോ? എന്റെ സുഹാന, നീ ഒരു 5 മിനിറ്റ് താ, ഞാൻ നോക്കട്ടെ. 5 മിനിറ്റ്? ഇപ്പൊ തന്നെ 1/2 മണിക്കൂറായി. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുതിയ കാറ് തരാന്ന് പറഞ്ഞപ്പോൾ അന്നപ്പോൾ എന്തായിരുന്നു ഫിറോന്റെ ദുരഭിമാനം? അന്നത് വാങ്ങിയത് ഈ വഴിയിൽ അപമാനം ഒഴിവാക്കായിരുന്നു. വണ്ടിക്ക് എന്താ പ്രോബ്ലം? ഓടി വന്ന് നിൽക്കായിരുന്നു, എന്താണെന്നറിയില്ല. ചില സമയത്ത് ബ്രേക്കും ഇല്ല. എന്താ സുഹാനോ? ആ സുഖാണ്. സുഖാണോന്നല്ല, സുഹാന എൻ്റെ വൈഫാ. ഓ, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുമാണ്. ഞാനൊന്ന് നോക്കട്ടെ. മെക്കാനിക്കാണോ? പക്ഷെ കണ്ടാ തോന്നൂല.
കാർബറേറ്റർ ബേസിൽ എൻജിൻ ബാക്ക് ലീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാൻ ബെൽറ്റ് നല്ല ലൂസാണ്. എൻജിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചാൽ 2000. പൈസയൊന്നും ഒരു പ്രശ്നമല്ല. ആര് പറഞ്ഞു പൈസ ഒരു പ്രശ്നമാണ്? 2000 രൂപയോ? 1500. സത്യം പറഞ്ഞാൽ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. താങ്ക് യു. ഓക്കെ, എന്തായാലും വലിയ ലേറ്റ് ആകാതെ വർക്ക്ഷോപ്പിൽ കാണിച്ചേക്കണം. പമ്പ് പണിയാവാൻ സമയമായി. ആ ഓക്കെ, നമുക്കൊരു സെൽഫി എടുത്താലോ? അത് വേണോ? ഒരെണ്ണം. പ്ലീസ് പ്ലീസ് ഓർണം. എന്തേലൊക്കെ ആക്ഷൻ കാണിക്കണോ? സ്മൈൽ. ഇങ്ങനെ ഒന്ന് ചിരിക്ക് ഫിറോ.